എല്ലാവരും ഇങ്ങോട്ട് നോക്കി. MP രാജേഷ് ദയവ് ചെയ്ത് ഞങ്ങളുടെ ശത്രുവാണ്, ഞങ്ങളുടെ രാഷ്ട്രീയത, പക്ഷെ പിണറായി വിജയനെ ഇത്രയും കഴിവട്ടവനായി ചിത്രീകരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യയിൽ പോയി നരേന്ദ്രമോദിയോട് പോരാടിയ ഒരാളാണ്. സിംഗപ്പൂരും ഇന്തോനേഷ്യയിലും പോയി നരേന്ദ്രമോദിയെ പോരാടിയ ഒരാളാണ്. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെയാ ADGP അജിത് കുമാർ കണ്ടത്? 1 വർഷം മുമ്പ് ആ ഇന്റലിജൻസ് സംഘം അപ്പൊ തന്നെ നോട്ടീസ് കൊടുത്തു. എന്നിട്ട് അത് മടക്കി പോക്കറ്റിലിട്ടിരുന്നു. പറയുകയാണ് ADGP പോയി കണ്ടാൽ കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ലാത്തത്? ഒരു IPS കാരനോ ഒരു IAS കാരനോ സർക്കാരിനെ അറിയിക്കാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ പോയി സ്വകാര്യ സന്ദർശനം നടത്താൻ പറ്റുമോ? ഉത്തരം പറ. വിഴിഞ്ഞത്ത് കൊണ്ടേ ഇരുത്തിയില്ലേ? 1 മണിക്കൂർ മുമ്പ് കൊണ്ടേ ചന്ദ്രനടി കൊണ്ടേ ഇരുത്തിയത് ആരായിരുന്നു? തമിഴ്നാട്ടിൽ പോയി നടക്കുവോ? സ്റ്റാലിന്റെ അവിടുത്തെ ഒരു പരിപാടിക്കകത്ത് തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൽഹിയിൽ ഇരുന്നോ, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാന്ന് പറയാൻ ആർജവമുള്ള ഒരാളുടെ പേരാണ് സ്റ്റാലിൻ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. കർണാടകത്തിൽ ചെന്ന് സിദ്ധരാമയോട് പറഞ്ഞ സിദ്ധരാമയ്യ മിസ്റ്റർ മോദി യു ബി ദേർ എന്ന് പറയും, ബി നോ എന്ന് പറയും. ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പട്ടും പുരവയും കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയ പ്രതിഫലമാണ് നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ?